ഇന്നത്തെ മലയാളം പത്രങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എല്ലാ പ്രമുഖ പത്രങ്ങളുടെയും ആദ്യ പേജ് ഒന്നായിരുന്നു. മലയാള മനോരമ, മാതൃഭൂമി, മാധ്യമം, സിറാജ്, സുപ്രഭാതം എന്നിവയെല്ലാം ഒരേ ഫോണ്ടിലും ഒരേ രൂപത്തിലും. കൊച്ചി ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് പത്രത്തിന്റെ ആദ്യ പേജിൽ ഉണ്ടായിരുന്നത്. രാജ്യം ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് മലയാളി വായിച്ചത്. പ്രമുഖ മാധ്യമപ്രവർത്തകർക്ക് വരെ അമളി പറ്റി. ഇതൊരു മാർക്കറ്റിംഗ് ഫീച്ചറാണെന്ന് ഇവരെല്ലാം പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. 6 വാർത്തകളായിരുന്നു പേജിലുണ്ടായിരുന്നത്. ആദ്യ സമുദ്ര നഗരമായ ഒഷ്യാനസിലെ ഷെല്ലിന്റെ താക്കോൽ കൈമാറ്റം ശാസ്ത്രലോകം ആഘോഷമാക്കി. കേരളത്തിന്റെ മന്ത്രിസഭയിലെ ആദ്യ റോബോ മന്ത്രിയും ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള ഫിഫ ഗോളാന്തര കപ്പ് ഫൈനലിൽ ഇരുഭാഗവും ജയിച്ചതിന്റെ വാർത്തയും ഈ പ്രവചനം കാരണം ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടതും എന്തിനേറെ പറയുന്നു അതിർത്തിയിൽ നിന്ന് സേനകളെ പിൻവലിച്ചതുവരെ വാർത്തയിലുണ്ടായിരുന്നു. ഏതായാലും ചെറിയൊരു മുന്നറിയിപ്പും ഈ വാർത്തകൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഇതൊരു മാർക്കറ്റിംഗ് ഫീച്ചറാണെന്നും 2050 പത്രങ്ങളുടെ മുൻ പേജ് എങ്ങനെയായിരിക്കുമെന്ന് ഭാവന ചെയ്യുകയാണെന്നുമാണ് പറയുന്നത്. യഥാർത്ഥ സംഭവങ്ങളുമായോ റിപ്പോർട്ടുകളുമായോ എന്തെങ്കിലും വിധത്തിൽ സാമ്യം തോന്നിയാൽ തികച്ചും യാദൃച്ഛികം മാത്രമാണ്. ഇതിൽ പ്രതിപാദിക്കുന്ന അഭിപ്രായങ്ങൾക്ക് ജെയിം ഡീം ടു ബി യൂണിവേഴ്സിറ്റിയുടെയോ അനുബന്ധ സ്ഥാപനങ്ങളുടെയോ നിലപാടുമായി ബന്ധമില്ല എന്നും മുന്നറിയിപ്പുണ്ട്. നല്ലൊരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു ഇത്. പക്ഷേ വ്യാപക വിമർശനങ്ങളാണ് ഇന്നത്തെ പത്രങ്ങൾ വാങ്ങിവെച്ചത്. വാർത്ത കണ്ട ആശങ്ക പങ്കുവച്ച് നിരവധി ആളുകളാണ് സമൂഹ മാധ്യമം വഴി രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.